സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ എസ് പി സുജിത് ദാസിന് പുതിയ നിയമനം. IT വകുപ്പിലെ SP ആയിട്ടാണ് പുതിയ നിയമനം. PV അൻവറിൻ്റെ ആരോപണങ്ങളെ തുടർന്നാണ് അന്വേഷണ വിധേയമായി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. അന്വേഷണം പൂർത്തിയാക്കും മുമ്പാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, നമുക്കറിയാം PV അൻവർ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് SP ആയിരുന്ന സുജിത് ദാസിനെ അന്ന് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഈ ആരോപണങ്ങൾ അന്വേഷണ വിധേയം ആക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അന്വേഷണം പൂർത്തിയാക്കും മുമ്പാണ് ഇപ്പോൾ SP പുതിയ നിയമനം നൽകുന്നത്. IT വകുപ്പിലാണ് പുതിയ നിയമനം. കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക. വിനോദ്, സുജിത് ദാസിന് പോലീസിന്റെ IT വകുപ്പിൽ നിയമനം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സർവീസിൽ ഉൾപ്പെടെ തിരിച്ചെടുത്തത്. ഈ അന്വേഷണം ഉൾപ്പെടെ പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്. മുൻ MLA PV അൻവറിന്റെ ഗുരുതര ആരോപണത്തെ തുടർന്നായിരുന്നു പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെ സർവീസിൽ സസ്പെൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി പിന്നീട് ഈ സർവീസിലേക്ക് തിരിച്ചെടുക്കാനുള്ള ശുപാർശ നൽകുകയായിരുന്നു. അന്വേഷണം പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ ഒരു തിരിച്ചെടുക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. PV അൻവറുമായുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടായത്. സുജിത് ദാസിനെതിരെ തിരുവനന്തപുരം റേഞ്ച് DIG അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ ADGP MR കുമാറിനെതിരെയും മറ്റ് SP മാരെ കുറിച്ചും സുജിത് ദാസ് നടത്തിയ പരാമർശങ്ങൾ ഗുരുതരമായ ചട്ടലംഘനമായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം. ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുജിത് ദാസ് അപേക്ഷിക്കുന്ന ഫോൺ സംഭാഷണമായിരുന്നു പുറത്തുവിട്ടത്. ഇത് പോലീസ് സേനയ്ക്കാകെ വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയെന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ തിരിച്ചെടുക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. IT വകുപ്പിലേക്കാണ് സുജിത് ദാസിനെ നിയമിച്ചിരിക്കുന്നത്. വിനോദ്, PV അൻവർ MLA ആയിരുന്ന PV അൻവറിൻ്റെ ആരോപണത്തെ തുടർന്നാണ് SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ആ അന്വേഷണം പൂർത്തിയാക്കും മുമ്പാണ് SP സർവീസിൽ തിരികെ എടുക്കുന്നു. IT വകുപ്പിലാണ് സുജിത് ദാസിനെ തിരികെ എടുത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.